ഒരു തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. പുറപ്പാട് 15:26 ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, നിന്നെ സുഖപ്പെടുത്തുന്ന ഞാൻ കർത്താവാണ്. ഈ ഒരു വാക്യം എടുത്ത് ചില ആളുകൾ എല്ലാ രോഗങ്ങളും ദൈവം സുഖപ്പെടുത്തുമെന്നും വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ എല്ലാ രോഗികളും സുഖപ്പെടുമെന്നും നിങ്ങളുടെ വിശ്വാസക്കുറവും പ്രാർത്ഥനാക്കുറവ് കൊണ്ടുമാണ് നിങ്ങളുടെ രോഗങ്ങൾ മാറാത്തതെന്നുമുള്ള ചില അബദ്ധ പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് ബൈബിൾ മൊത്തത്തിലെടുക്കുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ച് തെറ്റായ ഒരു പ്രബോധനമാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, എല്ലാ രോഗങ്ങളും ദൈവം സുഖപ്പെടുത്തുമായിരുന്നെങ്കിൽ കുഷ്ഠരോഗികളെ ദൈവനാമത്തിൽ സുഖപ്പെടുത്താൻ പുരോഹിതരെ ഏൽപ്പിക്കുമായിരുന്നു. അവരെ പാളയത്തിന് പുറത്തേക്ക് കുഷ്ഠം മാറുന്നതുവരെ പറഞ്ഞയക്കാൻ ദൈവം കൽപ്പിക്കുമായിരുന്നില്ല. മാത്രമല്ല, ഈശോ പറഞ്ഞിട്ടുള്ളൊരു വചനം കൂടി നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർക്കണം. ഇസ്രായേലിൽ എലീശയുടെ കാലത്ത് അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ നാമാൻ മാത്രമാണ് സുഖപ്പെട്ടത്. ചില രോഗങ്ങൾ സുഖപ്പെടണമെന്നില്ല. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തും ദൈവം എന്ന് ബൈബിൾ പറയുന്നുമില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെയുള്ള അബദ്ധങ്ങളുടെയും പിന്നിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ബൈബിളിൽ നിന്ന് ഇവിടെ നിന്നും അവിടെ നിന്നും ഒറ്റപ്പെട്ട വാക്യങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങളിലേക്ക് നാം വന്നെത്തുന്നത്. ബൈബിളിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് മൊത്തത്തിലാണ്. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളുടെയും എല്ലാ വാക്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ വേണം ഒരാശയം നമ്മൾ അവതരിപ്പിക്കേണ്ടത്. രണ്ടാമതായി വേറൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് രോഗി സുഖപ്പെടും എന്ന ഒരാശയം ബൈബിൾ പറയുമ്പോൾ അത് ഡോക്ടേഴ്സിനും മരുന്നിനുമെതിരായുള്ള ഒരു പ്രബോധനമായി പലരും എടുക്കാറുണ്ട്. പ്രാർത്ഥനയും വിശ്വാസവും എന്ന ഒരു മാർഗം സൗഖ്യത്തിനായി ബൈബിൾ നിർദ്ദേശിക്കുമ്പോൾ തന്നെ വൈദ്യനെയും മരുന്നിനെയും ഗൗരവമായി എടുക്കണമെന്ന പ്രബോധനം കൂടി ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. മരുന്ന് കഴിക്കുന്നതും വൈദ്യനെ കാണുന്നതും ബൈബിൾ അവതരിപ്പിക്കുന്ന വിശ്വാസത്തിന് എതിരല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. തെറ്റായ പ്രബോധനങ്ങൾ സ്വീകരിച്ച അനേകം ആളുകൾ, കുറെ കാലം കൂടി ആരോഗ്യത്തോടെ ജീവിക്കാമായിരുന്ന അനേകം ആളുകൾ മരുന്ന് കഴിക്കാതെ, ഡോക്ടറിനെ കാണാതെ, ആശുപത്രിയിൽ പോകാതെ മരണപ്പെട്ടത് ഒരു തരത്തിൽ സൂയിസൈഡലാണ്, ആത്മഹത്യാപരമാണ്.